ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ, അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് 1 തെസ്സലോനിക്കർ 3:8. ഇപ്പോൾ ഞങ്ങൾ ജീവിക്കുന്നെങ്കിൽ അത് നിങ്ങൾ കർത്താവിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ ചില മനുഷ്യരുണ്ട്, ദൈവത്തിൽ ഉറച്ചു നിൽക്കുന്ന മനുഷ്യർ. അവർ അങ്ങനെ ഉറച്ചു നിൽക്കുന്നത് അവർക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ ഒപ്പമുള്ളവർക്ക് വേണ്ടി കൂടിയാ. സഹോദരങ്ങൾ വീഴാതെ അവർ കൈപിടിച്ച് ഉയർത്തും. കൂട്ടുകാർ തളർന്നു പോകാതെ അവർ കൂടെയിരിക്കും. മനസ്സ് തുറന്ന് സാന്ത്വനിപ്പിക്കും, കൈ തുറന്ന് സഹായിക്കും. അങ്ങനെയുള്ള ചില മനുഷ്യരുണ്ട്, ദൈവത്തിൽ ഉറച്ചു നിൽക്കുന്ന, വിശ്വസിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ചില മനുഷ്യർ. അവരങ്ങനെ ഉറച്ചു നിൽക്കുമ്പോൾ അത് അവർക്ക് മാത്രമല്ല, അവരുടെ കുടുംബത്തിനും അവരുടെ കൂടെയുള്ളവർക്കും കൂട്ടുകാർക്കും സമൂഹത്തിനുമൊക്കെ ഒരു വലിയ അനുഗ്രഹമായി മാറും. ക്രിസ്തു ഒരു ഭവനത്തിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ തളർവാദ രോഗിയായ ഒരു മനുഷ്യനുമായി കുറേ പേർ വരുന്നുണ്ട്. എന്നാൽ ആ ഭവനത്തിൽ പ്രവേശിക്കാൻ ജനബാഹുല്യം നിമിത്തം അവർക്ക് സാധിച്ചില്ല. അവർ എന്തു ചെയ്തു? ആ ഭവനത്തിന് മുകളിൽ കയറി മേൽക്കൂര പൊളിച്ച് തളർവാദ രോഗിയായ ആ മനുഷ്യനെ കട്ടിലോടെ ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നുണ്ട്. ആ വിശ്വാസം കണ്ട്, ആ രോഗിയുടെ വിശ്വാസമല്ല, ആ രോഗിയെ കൊണ്ടുവന്ന മനുഷ്യരുടെ വിശ്വാസം കണ്ട് ക്രിസ്തു ആ രോഗിയെ സുഖപ്പെടുത്തുന്നു. ഇന്ന് ഈ ദൂത് കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ കർത്താവിൽ ഉറച്ചു നിൽക്കുമ്പോൾ അത് പലർക്കും ജീവിതമായി മാറും. അല്ലെങ്കിൽ പലരും കർത്താവിൽ ഉറച്ചു നിൽക്കുന്നത് നമ്മെ കൂടി കൈപിടിച്ച് നടത്താനാണ്. അത് മറക്കരുത്. അങ്ങനെയുള്ളവരെ മാനിക്കണം, സ്നേഹിക്കണം. കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.